നമസ്കാരം, ഗൾഫ് ടുഡേയിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ധന്യ റീന വർഗീസ്. നോക്കാം വാർത്തകൾ വിശദമായി. വിദേശത്ത് നിന്ന് സൗദി അറേബ്യയിലെത്തിയ ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം പിന്നിട്ടു. ഹജ്ജ് പാസ്പോർട്ട് വിഭാഗം മേധാവി സാലിഹ് അൽ മുറബയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിൽ 14 ലക്ഷത്തിലധികം തീർത്ഥാടകരും വിമാനമാർഗമാണ് ഹജ്ജിനെത്തിയത്. വിദേശത്ത് നിന്ന് ഇന്നലെ വരെ 15 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് പുണ്യഭൂമിയിലെത്തിയത്. ഇതിൽ 14,70,000-ഓളം പേർ വിമാനമാർഗവും 45,000-ലധികം പേർ കരമാർഗവും 6,400-ലധികം പേർ കപ്പൽ മാർഗവും ഹജ്ജിനെത്തി. തീർത്ഥാടകരുടെ യാത്രാ നടപടികൾ എളുപ്പമാക്കുന്ന മക്ക റൂട്ട് ഇനീഷ്യേറ്റീവ് പദ്ധതി ഇത്തവണ 10 രാജ്യങ്ങളിലെ തീർത്ഥാടകർക്ക് പ്രയോജനപ്പെട്ടു. ആകെ എത്തിയ തീർത്ഥാടകരിൽ 30% പേരും ഈ പദ്ധതിയുടെ സൌകര്യം പ്രയോജനപ്പെടുത്തിയതായാണ് കണക്ക്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിദഗ്ധരായ ഉദ്യോഗസ്ഥരെയും നടപടികൾ വേഗത്തിലാക്കാൻ അത്യാധുനിക മൊബൈൽ ടാബ്ലറ്റ് ഉപകരണങ്ങളും വിമാനത്താവളങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരുക്കിയത്. അതേസമയം ഹജ്ജ് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. അനുമതിയില്ലാതെ തീർത്ഥാടകരെ കടത്തുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്നും നിയമലംഘകരുടെ പേരുവിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്നും ജവാസാത്ത് മേധാവി വ്യക്തമാക്കി. 24 ജിദ്ദ. അടുത്ത വാർത്തയിലേക്കാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് അവസാനിച്ചു. 1.25 ലക്ഷത്തോളം തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തി. തിങ്കളാഴ്ചയാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഇന്നലെ വരെ 1,22,000-ലേറെ തീർത്ഥാടകർ ഹജ്ജിനെത്തി. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ഇതോടെ അവസാനിച്ചു. സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുള്ള 52,000-ഓളം തീർത്ഥാടകരും ഹജ്ജിനെത്തി. ഹജ്ജിനെത്തിയ ഏതാണ്ട് എല്ലാ തീർത്ഥാടകരും ഇപ്പോൾ മക്കയിലാണുള്ളത്. മദീനയിലായിരുന്ന സ്വകാര്യ ഗ്രൂപ്പുകളിലെ തീർത്ഥാടകരെല്ലാം ഹജ്ജിനുള്ള ഇഹ്റാം ചെയ്ത് മക്കയിലെത്തി. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ കൂടുതലും താമസിക്കുന്നത് മക്കയിലെ ഹറം പള്ളിയിൽ നിന്ന് അല്പം അകലെ അസീസിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ്. ഹജ്ജ് അടുത്തതിനാൽ ഹറം പള്ളിയിലേക്കുള്ള ഷട്ടിൽ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. നാളെ രാത്രി മുതൽ തീർത്ഥാടകർ മീനായിലേക്ക് നീങ്ങി തുടങ്ങും. മീനായിലും അറഫയിലും മുസ്ദലിഫയിലും ഹറം പള്ളിയിലുമായി 6 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഹജ്ജ് കർമ്മങ്ങൾ. സുരക്ഷിതമായ ഹജ്ജ് ഉറപ്പാക്കാൻ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ശക്തമായ ചൂടായതിനാൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടു. അനധികൃത തീർത്ഥാടകരെ കണ്ടെത്താനുള്ള പരിശോധന ശക്തമായതിനാൽ തീർത്ഥാടകർക്ക് നൽകുന്ന നുസുക്ക് കാർഡ് എപ്പോഴും ധരിക്കണമെന്ന് ഹജ്ജ് മിഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 ജിദ്ദ. ഹജ്ജ് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി പെർമിറ്റ് ഇല്ലാതെ ഹജ്ജില്ല എന്ന ക്യാമ്പയിൻ ശക്തമാക്കി സൗദി ആഭ്യന്തര മന്ത്രാലയം. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വിന്യസിച്ചതായി മന്ത്രാലയം അറിയിച്ചു. തീർത്ഥാടകർക്ക് സുരക്ഷിതവും വ്യവസ്ഥാപിതവുമായ അന്തരീക്ഷത്തിൽ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കുന്നത്. അനുമതിയില്ലാതെ മക്കയിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും പ്രവേശിക്കുന്നതും തങ്ങുന്നതും തടയാൻ കർശന പരിശോധനയാണ് നടക്കുന്നത്. ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സംയുക്ത പരിശോധനകൾ ശക്തമാക്കി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും ഫീൽഡിലെ തത്സമയ വിവരങ്ങൾ കൺട്രോൾ റൂമുകളിൽ എത്തിക്കാനും ഡ്രോണുകളും സ്മാർട്ട് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട്. അബിഷിർ, മുഖീം തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ സുരക്ഷാ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കി. അതേസമയം സൗദി അറേബ്യയിൽ ഹജ്ജ് സുരക്ഷ കർശനമാക്കുന്നതിന്റെ ഭാഗമായി വൻ നിയമലംഘനങ്ങൾ സുരക്ഷാസേന കണ്ടെത്തി. കൃത്യമായ ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ പുണ്യസ്ഥലങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച 3,60,000-ലധികം വിദേശികളെയാണ് തിരിച്ചയച്ചത്. അതോടൊപ്പം അനുമതിയില്ലാത്ത 1,40,000-ലധികം വാഹനങ്ങളും അതിർത്തികളിൽ വെച്ച് തടഞ്ഞു. 217-ലധികം വ്യാജ ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങളെയും അധികൃതർ പിടികൂടി. ഹജ്ജ് സുരക്ഷാ സേനാ മേധാവി മുഹമ്മദ് അൽ ബസാമിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്നും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യമെന്നും അധികൃതർ അറിയിച്ചു. 24 ജിദ്ദ. പെരുന്നാൾ തിരക്ക് നേരിടാൻ വിപുലമായ ക്രമീകരണവുമായി ഷാർജ റൂട്ട്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 185 ബസ്സുകൾ പെരുന്നാൾ ദിവസങ്ങളിൽ സർവീസ് നടത്തും. ഇന്റർസിറ്റി സർവീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബലിപെരുന്നാൾ അവധിക്കാലത്തിനായി ഷാർജയിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സമഗ്രമായ പ്രവർത്തന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ യാത്രാസമയമായ പെരുന്നാളും യാത്രാ സൗകര്യങ്ങളും പതിവ് പോലെ വർദ്ധിപ്പിച്ചു. ഷാർജയെ മറ്റ് എമിറേറ്റുകളുമായി ബന്ധിപ്പിച്ച് 155 ബസ്സുകൾ സർവീസ് നടത്തും. ആകെ 9,760 സർവീസുകളാകും ഉണ്ടാവുക. യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കുന്ന വർധന കണക്കിലെടുത്ത് ഇന്റർസിറ്റി റൂട്ടുകളിലെ തിരക്കേറിയ സമയങ്ങളിൽ ബസ്സുകളുടെ ഇടവേളകൾ 5 മിനിറ്റായി കുറയ്ക്കും. അവധിക്കാലത്ത് ഷാർജയ്ക്കും ദുബായ്ക്കും ഇടയിലുള്ള ഫെറി സേവനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കും. ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള ഫെറികൾ ഉച്ചയ്ക്ക് 2, വൈകുന്നേരം 4, വൈകുന്നേരം 6, രാത്രി 9 എന്നീ സമയങ്ങളിൽ പുറപ്പെടും.
ദുബായിൽ നിന്ന് ഷാർജയിലേക്കുള്ള മടക്ക സർവീസുകൾ ഉച്ചകഴിഞ്ഞ് 3, വൈകുന്നേരം 5, രാത്രി 8, രാത്രി 10 എന്നീ സമയങ്ങളിൽ നടക്കും. ഈദ് അവധിക്കാലത്ത് സൂക്കൽ ഹരാജിലേക്കുള്ള റൂട്ട് 22 സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് SRTA സ്ഥിരീകരിച്ചു. 24 ദുബായ്. സൗദി തലസ്ഥാനമായ റിയാദിൽ പെരുന്നാൾ പ്രമാണിച്ച് മെട്രോ ബസ്സുകളുടെ സമയക്രമം പുതുക്കി. മെയ് 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയായിരിക്കും റിയാദ് മെട്രോ സർവീസ് നടത്തുക. റിയാദ് ബസ്സുകൾ രാവിലെ 5 മണിക്ക് തന്നെ സർവീസ് ആരംഭിക്കും. പൊതുജനങ്ങളുടെ ആവശ്യാനുസരണം സർവീസ് നടത്തുന്ന പ്രത്യേക ഓൺ ഡിമാൻഡ് ബസ്സുകൾ രാവിലെ 10:30 പ്രവർത്തനം ആരംഭിച്ച് അർദ്ധരാത്രി 12 മണിക്ക് സർവീസ് അവസാനിപ്പിക്കും. ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി നഗരത്തിലെത്തുന്നവർക്ക് ഗതാഗതക്കുരുക്കില്ലാതെ സുഗമമായി യാത്ര ചെയ്യാനാണ് പൊതുഗതാഗത അതോറിറ്റി ഈ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ച സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപിന്റെ ക്ഷണം കൈമാറി. 1 മണിക്കൂർ നീണ്ട ചർച്ചയിൽ പശ്ചിമേഷ്യൻ സംഘർഷം, വ്യാപാര സുരക്ഷ, സഹകരണം തുടങ്ങിയവ ചർച്ചയായി. മാർക്കോ റൂബിയോ നാളെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 1 മണിക്കൂർ നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂടിക്കാഴ്ച നടത്തിയത്. യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അമേരിക്കൻ അംബാസഡർ സെർജിയോ ഘോർ എന്നിവരും പങ്കെടുത്തു. സുരക്ഷ, ഊർജം, വ്യാപാരം, നിർണായക സാങ്കേതിക വിദ്യ എന്നിവയിലെ സഹകരണമാണ് ചർച്ചയായത്. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ ആഗോള സുരക്ഷാ സമാധാന വിഷയങ്ങളും ഇരു നേതാക്കളും സംസാരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മാർക്കോ റൂബിയോ നാളെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. തിങ്കളാഴ്ച ജയ്പൂരും ആഗ്രയും സന്ദർശിക്കും. തുടർന്ന് ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിലും പങ്കെടുക്കും. 24 ഡൽഹി. ഇറാനുമായുള്ള ചർച്ചകളിൽ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിൽ ധാരണയുണ്ടാകുമോ, സൈനിക നടപടി തുടരുമോ എന്ന ചോദ്യത്തിന് 50-50 സാധ്യതയെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. തീരുമാനം നാളെയുണ്ടാകുമോ എന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷനർ എന്നിവരുമായി ട്രംപ് ചർച്ച നടത്തും. അമേരിക്കയുമായുള്ള സമാധാന കരാർ അന്തിമമാകാനുള്ള നടപടികളിലേക്ക് കടന്നെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു. 3-4 ദിവസത്തിനുള്ളിൽ തീരുമാനമായേക്കുമെന്നും കാത്തിരിക്കുമെന്നും ഇറാൻ. അതേസമയം ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി ചർച്ചയില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഷാർജയിൽ മലയാളി യുവതിയെയും 5 വയസ്സുകാരെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ അഴീക്കോട് സ്വദേശി ആർഷയെയും മകൾ റൂഹിയുമാണ് മരിച്ചത്. ഷാർജ പോലീസ് ആത്മഹത്യയ്ക്ക് കേസെടുത്തു. കണ്ണൂർ അഴീക്കോട് പുതിയകാവ് സ്വദേശിയാണ് 35-കാരിയായ ആർഷ. മകൾ റൂഹിയും ഭർത്താവ് നിഹാലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി ഷാർജയിലെ അൽ നഹ്ദയിലായിരുന്നു താമസം. ആർഷയുടെ സഹോദരി അഷിത തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആർഷയെയും റൂഹിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായിലുണ്ടായ വാഹനാപകടത്തിലാണ് ഇരുവരും മരിച്ചതെന്നാണ് ആദ്യം വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ ആത്മഹത്യയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സ്വന്തമായി ഓൺലൈൻ ബിസിനസ് നടത്തിവരികയായിരുന്നു ആർഷ. അഴീക്കോട് സ്വദേശി TK പുരുഷോത്തമൻ, ഗീതാ ദമ്പതികളുടെ മകളാണ് ആർഷ. ഇരുവരും ഷാർജയിലെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. 24 ദുബായ്. അടുത്ത വാർത്തയിലേക്കാണ്. ഒമാനിൽ നിന്നെത്തുന്ന ചരക്ക് ട്രക്കുകൾക്ക് ടോൾ ഫീസ് ഒഴിവാക്കി ഷാർജ. ചരക്ക് നീക്കം മെച്ചപ്പെടുത്തുന്ന ലക്ഷ്യമിട്ടാണ് തീരുമാനം. ലോജിസ്റ്റിക് കോറിഡോർ പദ്ധതി പ്രകാരം അവതരിപ്പിച്ച സേവനങ്ങളുടെ വിശാലമായ പാക്കേജിന്റെ ഭാഗമാണ് ടോൾ ഇളവ്. വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും UAE-യിലുടനീളമുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള എമിറേറ്റ്സിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഒമാനിൽ നിന്നെത്തുന്ന ചരക്ക് ട്രക്കുകൾക്ക് ഷാർജ ടോൾ ഫീസ് ഒഴിവാക്കിയത്. ഷാർജ തുറമുഖ അതോറിറ്റി, കസ്റ്റംസ്, ഫ്രീ സോൺസ് അതോറിറ്റി, ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നിവയുടെ പിന്തുണയോടെയാണ് തീരുമാനം. പുതിയ തീരുമാനപ്രകാരം അംഗീകൃത ലോജിസ്റ്റിക്സ് ഇടനാഴിയിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകുകയും ഖത്മത്ത് മലഹ, അൽ മദാം അതിർത്തി വഴി പ്രവേശിക്കുകയും ചെയ്യുന്ന ട്രക്കുകളെ ഷാർജയ്ക്കുള്ളിൽ ടോൾ നിരക്കുകളിൽ നിന്ന് ഒഴിവാക്കും. ലോജിസ്റ്റിക്സ് ഗതാഗത കമ്പനികളുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കുക, UAE-യിലുടനീളം ചരക്കുകളുടെ കാര്യക്ഷമമായ നീക്കത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന് അധികൃതർ പറഞ്ഞു. ഷാർജയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും സംയോജിത ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനം. ഒമാനിലെ സൊഹാൻ തുറമുഖത്തുനിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഖത്മത്ത് മലഹ അതിർത്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള കയറ്റുമതി വേഗത്തിലാക്കുന്നതിനും ഗതാഗത സമയം കുറയ്ക്കുന്നതിനും ഈ ബോർഡർ സഹായിക്കുന്നു. പ്രധാന പാതകൾ കൂട്ടിമുട്ടുന്ന അൽ മദാം അതിർത്തിയിൽ കൂടി ടോൾ ഒഴിവാക്കുന്നതോടെ ചരക്ക് ഗതാഗതത്തിലെ പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കാനാകും. വിതരണ ശൃംഖലകളുടെ പ്രതിരോധശേഷിയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള മുൻകരുതൽ തന്ത്രമാണ് ഈ നടപടിയെന്ന് അധികൃതർ പറഞ്ഞു.
24 ദുബായ്. പക്ഷാഘാതം വന്ന കിടപ്പിലായ ഇന്ത്യക്കാരൻ ജിദ്ദയിൽ കടുത്ത സാമ്പത്തിക ബാധ്യത മൂലം നാട്ടിലേക്ക് മടങ്ങാനാവാതെ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് അബ്ദുൽ അലീമാണ് യാത്രാവിലക്കിനെ തുടർന്ന് ജിദ്ദയിലെ അഭയകേന്ദ്രത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെ രോഗബാധിതനായ അബ്ദുൽ അലീമിനെ നാട്ടിലെത്തിക്കണമെങ്കിൽ മുൻപ് വാങ്ങിയ കാറിന്റെ ബാധ്യത കോടതിയിൽ അടച്ചു തീർക്കേണ്ടതുണ്ട്. പക്ഷാഘാതം ബാധിച്ച് ജിദ്ദയിലെ അഭയകേന്ദ്രത്തിൽ കഴിയുന്ന ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അബ്ദുൽ അലീം സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ്. മുമ്പ് വാങ്ങിയ കാറിന്റെ സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള യാത്രാവിലക്കാണ് ഈ പ്രവാസിയുടെ നാട്ടിലേക്കുള്ള മടക്കത്തിന് തടസ്സമായിരിക്കുന്നത്. നാട്ടിലെത്താൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് മുഹമ്മദ് അബ്ദുൽ അലീം. Before I am in the company, I am the salesman. That time I take the car on installment. Still I have the balance for this car amount. I have to pay, then I have to go to my home. 15 വർഷത്തിലേറെ സൗദിയിൽ സെയിൽസ്മാൻ ആയിരുന്ന അബ്ദുൽ അലീം മാസാന്ത അടവിൽ വാങ്ങിയ കാറിന്റെ ബാക്കി തുക നൽകാനുള്ളപ്പോഴാണ് ഭാര്യയുടെ രോഗവിവരമറിഞ്ഞ് നാട്ടിലേക്ക് പോയത്. എന്നാൽ ഭാര്യ മരണപ്പെടുകയും ആ ആഘാതത്തിൽ കൃത്യസമയത്ത് മടങ്ങിയെത്താൻ കഴിയാതെ വരികയും ചെയ്തു. 3 വർഷം മുമ്പ് പുതിയ വിസയിൽ ഹൌസ് ഡ്രൈവറായി വീണ്ടും എത്തിയെങ്കിലും തന്റെ കാർ കണ്ടെത്താനായില്ല. തുടർന്ന് പക്ഷാഘാതം വന്ന് ഗുരുതരാവസ്ഥയിലായ അലീം ഇപ്പോൾ ജിദ്ദയിലെ വഖഫ് ദാറക്കും എന്ന അഭയകേന്ദ്രത്തിലാണ്. ഇന്ത്യൻ കോൺസുലേറ്റിലെ സാമൂഹികക്ഷേമ വിഭാഗം അംഗം ഷമീർ നദ്വിയാണ് അഭയകേന്ദ്രവുമായും മറ്റും ഈ വിഷയത്തിൽ ബന്ധപ്പെടുന്നത്. അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ കാശ് എങ്ങനെയെങ്കിലും അടച്ചുകൊണ്ട് അദ്ദേഹത്തെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ്. 6 മാസത്തോളമായി അദ്ദേഹം ദാറുഖൗം എന്നുള്ള ഈ ജാലിയാത്തിൻ്റെ ചാരിറ്റി ഹൗസിലാണുള്ളത്. മറ്റ് തുടർ ചികിത്സകൾ അദ്ദേഹത്തിന് അനിവാര്യമാണ്. അത് ലഭിച്ചാൽ നേരത്തെ പോലെ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. 68,604 റിയാലാണ് കാർ കമ്പനിക്ക് അടച്ചു തീർക്കാനുള്ളത്. എന്നാൽ കാർ കമ്പനിയുടെ കേസ് പ്രകാരം എൻഫോഴ്സ്മെന്റ് കോടതിയിൽ 25,476 റിയാൽ അടച്ചാൽ യാത്രാവിലക്ക് നീങ്ങും. തുടർ ചികിത്സയ്ക്കായി മുഹമ്മദ് അബ്ദുൽ അലീമിന് നാട്ടിലെത്തണം, ഹൈദരാബാദിലെത്തണം. അതിന് സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. 85-ലധികം മാമ്പഴ വൈവിധ്യങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റിന് തുടക്കമായി. യുഎയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തൽ ഉദ്ഘാടനം നിർവഹിച്ചു. 3200 ടൺ മാമ്പഴങ്ങളാണ് GCCയിൽ ഇത്തവണ ലുലു ലഭ്യമാക്കുന്നത്. ലുലു മാംഗോ ഫെസ്റ്റിന്റെ 23ാമത് പതിപ്പിനാണ് തുടക്കമായിരിക്കുന്നത്. GCCയിലെ എല്ലാ ലുലു സ്റ്റോറുകളിലും ഇത് മാംഗോ മേനയുടെ കാലമാണ്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, അപ്പേഡ സെക്രട്ടറി ഡോക്ടർ സുധാൻഷു എന്നിവരുടെ സാന്നിധ്യത്തിൽ യുഎയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ ലുലു മാംഗോ മേനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയ്ക്കും കയറ്റുമതി രംഗത്തിനും മികച്ച ഉണർവേകുന്നതാണ് ഇത്തരം ഫെസ്റ്റുകളെന്നും അദ്ദേഹം പറഞ്ഞു. UAE സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച കേസർ മാമ്പഴങ്ങളുടെ കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. I think the mango becomes a very important element also. We had the recent visit of the Honorable Prime Minister Shri Narendra Modi to the UAE last week, and we saw one of the mango varieties put out on display, the Kesar mangoes from the state of Gujarat, from Junagadh, which are GI tagged from Junagadh. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും കർഷകർക്കും ഏറ്റവും മികച്ച പിന്തുണയാണ് ലുലു നൽകുന്നതെന്ന് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. We have always been great supporters of Indian government initiatives. We believe that this is our duty and responsibility. As one of the leading retailers in the GCC countries, we conduct Mango Festival every year in all our 300 plus hypermarkets in the region. കേരളമടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഗുജറാത്തിലെ ജുനഗഡിൽ നിന്നുള്ള മാമ്പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന GI ടാഗുള്ള കേസർ മാമ്പഴങ്ങളാണ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണം. 24 ദുബായ്. എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് 3 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ബഹ്റൈൻ.
ദക്ഷിണ സുഡാൻ, ഉഗാണ്ട, കോങ്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്കെന്ന് ബഹ്റൈൻ സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് അറിയിച്ചു. എബോള വ്യാപനത്തെ തുടർന്ന് ദക്ഷിണ സുഡാൻ, ഉഗാണ്ട, കോങ്കോ എന്നിവിടങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്ക് എത്തുന്ന ബഹ്റൈൻ പൌരന്മാരില്ലാത്ത യാത്രക്കാരുടെ പ്രവേശനം എല്ലാ വിമാനങ്ങളിലും നിർത്തിവച്ചതായി ബഹ്റൈൻ സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് അറിയിച്ചു. എബോള വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നതിനെക്കുറിച്ചും ചില രാജ്യങ്ങളിലെ സ്ഥിതി വഷളാകുന്നതിനെക്കുറിച്ചും ലോകാരോഗ്യ സംഘടന പുറപ്പെടുവിച്ച അപ്ഡേറ്റുകളെ തുടർന്നാണ് ഈ തീരുമാനം. ബാധിത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്കായി ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവേശന നടപടിക്രമങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും CAA അറിയിച്ചു. ആ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടെത്തുന്ന യാത്രക്കാർക്കും രാജ്യത്തെത്തുന്നതിന് 30 ദിവസത്തിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്നവർക്കും പ്രവേശനം താൽക്കാലികമായി നിർത്തിവെക്കും. ആ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ബഹ്റൈൻ പൌരന്മാർ എത്തിച്ചേരുമ്പോൾ അംഗീകൃത ആരോഗ്യ പ്രോട്ടോകോളുകൾക്കും വിധേയമാകണം. പ്രവേശന സസ്പെൻഷൻ നടപടികൾ മെയ് 19 മുതൽ 30 ദിവസത്തേക്ക് പ്രാബല്യത്തിൽ തുടരും. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി എത്തുന്ന എല്ലാവർക്കുമായി ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ബഹ്റൈൻ.